21-ാം നൂറ്റാണ്ടിലെ രണ്ടാം ദശകത്തിൽ ബ്രസീലിന്റെ എല്ലാ മുന്നേറ്റവും നെയ്മർ ജൂനിയറിനെ ചുറ്റിപ്പറ്റിയായിരുന്നു. 2013-ൽ കോൺഫെഡറേഷൻസ് കപ്പിലെ ജയവും 2016-ലെ ഒളിമ്പിക് സ്വർണവും ബ്രസീൽ നേടിയത് നെയ്മറിന്റെ കരുത്തിലാണ്. നെയ്മർ ഇല്ലാതെ 2019 കോപ്പ അമേരിക്കയും ബ്രസീൽ സ്വന്തമാക്കി. എന്നാൽ അതിനുശേഷം കഴിഞ്ഞ 6 വർഷമായി ബ്രസീലിന്റെ തകർച്ചയാണ് ഫുട്ബോൾ ലോകം കാണുന്നത്. എന്നാൽ സൂപ്പർ താരം നെയ്മറിന്റെ കരിയറിലെ വലിയൊരു ഭാഗവും പരിക്ക് കൊണ്ടുപോയതോടെ ബ്രസീലിനും നിറം മങ്ങി തുടങ്ങി. കഴിഞ്ഞ 3 വർഷത്തിനിടെ ബ്രസീൽ ടീമിലേക്ക് 3 പരിശീലകരെത്തി. ബ്രസീൽ ജയം മറന്നു, ലോകവേദികളിൽ നിരാശപ്പെടുത്തി. അതേ കാലത്ത് അർജന്റീന ടീമിനുണ്ടായ പുത്തനൂർജം കൂടിയായപ്പോൾ ആരാധകരും നിരാശയുടെ പടുകുഴിയിലായി. അപ്പോഴും ലോകത്തിലെ മുൻനിര ലീഗുകളിലെ സൂപ്പർ ടീമുകളിൽ ബ്രസീലിയൻ താരങ്ങൾ അപ്രമാദിത്വം തുടരുന്നുണ്ടായിരുന്നു. ഒടുവിൽ ബ്രസീലിന്റെ യഥാർത്ഥ പ്രശ്നം എന്തെന്ന് ഫെഡറേഷൻ ഇപ്പോൾ തിരിച്ചറിഞ്ഞു. താരങ്ങളല്ല, താരങ്ങളെ ഒരുക്കുന്ന പരിശീലകൻ തന്നെയാണ് മാറേണ്ടത്. ഇതിഹാസങ്ങളെ പരിശീലിപ്പിച്ച ഇതിഹാസ പരിശീലകൻ കാർലോ ആഞ്ചലോട്ടിക്ക് വേണ്ടി 1 വർഷം കാത്തിരുന്നാണ് ബ്രസീൽ ഒടുവിൽ ലക്ഷ്യത്തിലെത്തിയിരിക്കുന്നത്. കാർലോ വരികയാണ് ബ്രസീലിന്റെ ശാപം മാറ്റാൻ.